ഹലോ ഗൈസ്, പുതിയൊരു വീട്ടിലേക്ക് എല്ലാവർക്കും സ്വാഗതം. പച്ച വീട്ടിൽ പ്രശ്നേഷ്. പച്ച വീട് ഇപ്പൊ പച്ചക്ക് നിന്ന് കത്തിക്കൊണ്ടിരിക്കുകയാണ് ഗൈസ്. അത്തരത്തിലുള്ള പ്രശ്നങ്ങളാണ് പച്ച വീട്ടിൽ പ്രശ്നേഷിന്റെ വീട്ടിൽ നടന്നുകൊണ്ടിരിക്കുന്നത്. ചുമ്മാ തമ്മിത്തല്ല് കാണാൻ താല്പര്യമുള്ളവർ മാത്രം കണ്ടാൽ മതി. ഇത് വെറുതെ ദിസ് ഈസ് എൻ എന്റർടൈൻമെന്റ് വീഡിയോ ഗൈസ്. ഇതിനകത്ത് ഒരു സെന്റിമെന്റ്സോ ഒരു മണ്ണാങ്കട്ടയില്ല. കാര്യം എന്ന് പറഞ്ഞാൽ നല്ല പെർഫെക്റ്റ് ഒന്നാന്തരം നമ്പർ 1 സ്കാം പരിപാടിയാണ്. ഉഡായിപ്പ് എന്ന് പറഞ്ഞാൽ ലോകോത്തര ഉഡായിപ്പ് പരിപാടിയാണ് ഈ ഒരു പ്രശ്നം. അതാദ്യം നിങ്ങൾ മനസ്സിലാക്കുക. നമ്മൾ അന്നേരം അത് വെച്ചൊരു ഫൺ വീഡിയോ ഉണ്ടാക്കുന്നു, അത്ര മാത്രം നിങ്ങളത് കണ്ടാൽ മതി. ഓക്കെ. കഴിഞ്ഞ ദിവസം നമ്മുടെ പ്രശ്നേഷ് കുട്ടാപ്പി ഇൻസ്റ്റഗ്രാമിൽ അമ്മയും പെങ്ങളെയും താഴ്ത്തി കെട്ടിക്കൊണ്ടൊരു വീഡിയോ ഇട്ടു. അത് കഴിഞ്ഞ് അൽത്താഫ് വ്ലോഗ് എന്ന് പറയുന്ന ഒരു യൂട്യൂബ് ചാനലിൽ ഈ പ്രശ്നേഷിന്റെ പെങ്ങൾ റോഷ്നി അതിനൊരു മറുപടിയുമായിട്ട് പുള്ളിക്കാരത്തി വന്നു. അതങ്ങോട്ട് കഴിഞ്ഞ് യവന്റെ ഗ്രീൻ ഹൗസ് ക്ലീനിങ് എന്ന് പറയുന്ന യൂട്യൂബ് ചാനലിൽ ഇതിന്റെ ഒരു മറുപടിയുമായിട്ട് വന്നു. അങ്ങനെ ആകെ അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് കൊടുക്കും, അങ്ങോട്ട് കൊടുക്കും ഇങ്ങോട്ട് കൊടുക്കും. ഇങ്ങനെ മറുപടിയുടെ കളികളാണ്. ഓരോരുത്തരും വന്നിട്ട് ഓരോരുത്തരുടെ വെർഷനാണ് പറയുന്നത്. ഓക്കെ, അപ്പൊ നമ്മൾ വന്നിട്ട് നമ്മുടെ വെർഷൻ പറയുന്നു, അത്രയുള്ള കാര്യമൊന്നുമില്ല. അൾട്ടിമേറ്റ് എയിം ചുമ്മാ അപരാധം പറഞ്ഞ് പൈസ ഉണ്ടാക്കുക, അത് തന്നെ കാര്യം. മനസ്സിലായോ? അപ്പൊ എല്ലാവരും ഒരു റോസ്റ്റ് മൂഡിലോട്ട് സ്വിച്ച് ആവുക. നമ്മളിന്ന് അലിജ് വാരി അടിക്കാൻ പോയി എല്ലാത്തിനെയും കൂടെ. പിന്നെ അല്ലാതെ ആദ്യം തന്നെ ഒരു കാര്യം ഞാൻ പറയാം. എന്തുകൊണ്ട് ഇതൊരു ഉഡായിപ്പാണ്, അല്ലെങ്കിൽ ഇത് വെറും പ്രഹസനമാണ്, റീച്ചിന് വേണ്ടിയിട്ട് മാത്രം കാണിക്കാൻ തൊട്ടിത്തരമാണ് ഇവൻ പറയാനുള്ള റീസൺ എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവൻ ഫാമിലി വ്ളോഗ് അല്ല ഒന്നാമത്തെ കാര്യം ചെയ്യുന്നത്. ഫോർ എക്സാമ്പിൾ, ഫാമിലി വ്ളോഗ് ചെയ്യുന്ന ആളുകൾ ഇപ്പം അച്ഛനുണ്ടാവും, അമ്മയുണ്ടാവും, വീട്ടിലെ പട്ടി പൂച്ച, അതിലത്തെ വീട്ടിലെ ചേച്ചി, എല്ലാവരും ഫാമിലി വ്ളോഗിനകത്ത് ഉണ്ടാവും. അപ്പം അതിലത്തെ വീട്ടിലെ ചേച്ചി പിണങ്ങുവാണെങ്കിൽ ചേച്ചി പിന്നെ ഫാമിലി വ്ളോഗിൽ വരത്തില്ല. അപ്പം കമന്റ് സെക്ഷന് വരും, അതിലത്തെ വീട്ടിലെ ചേച്ചിയെ കാണുന്നില്ലല്ലോ, അതിലത്തെ വീട്ടിലെ ചേച്ചിയെ കാണുന്നില്ലല്ലോ, നിങ്ങൾ തമ്മിൽ എന്തെങ്കിലും പ്രശ്നം ഉണ്ടായോ എന്നൊക്കെ കമന്റ്സ് വരും. അപ്പം വന്ന് ഇവര് എല്ലാവരും വട്ടത്തിരുന്നിട്ട് അതിലത്തെ വീട്ടിലെ ചേച്ചി കഴിഞ്ഞ ദിവസം അപ്പുറത്തെ വീട്ടിലെ ചേട്ടന്റെ കൂടെ ഒളിച്ചോടിപ്പോയി, അതുകൊണ്ടാണ് ഇപ്പൊ വീഡിയോയിൽ വരാത്തതെന്നും പറഞ്ഞിട്ട് ഓരോന്ന്. ഫോർ എക്സാമ്പിൾ, മനസ്സിലായോ? അല്ലെങ്കിൽ അച്ഛനെ കാണാതെ വരുമ്പോഴത്തേക്ക് എന്തുകൊണ്ട് അച്ഛൻ ഇപ്പൊ വീഡിയോയിൽ വരുന്നില്ല, അച്ഛനും അമ്മയും കൂടെ അടിച്ച് പിരിഞ്ഞു, അച്ഛനിപ്പോ വേറെ ചേച്ചിയുടെ കൂടെയാണ് താമസം എന്നൊക്കെ പറഞ്ഞ് ഇവരിങ്ങനെ വീഡിയോസ് ഇടും. മനസ്സിലായോ? അതായത് ആൾക്കാർ ചോദിക്കും ഓരോ പ്രശ്നങ്ങൾ, അന്നേരമാണ് മിക്ക ഉള്ളവരും വന്നിട്ട് പറയുന്നത്. അത് ഫാമിലി വ്ളോഗേഴ്സിന്റെ കാര്യമാണ് പറയുന്നത്. പക്ഷേ യവൻ ഇവിടെ ചെയ്ത പരിപാടി എന്തുവാ നിങ്ങളൊന്ന് ആലോചിക്കണം. ഇവൻ ഫാമിലി വ്ളോഗ് അല്ല. ഇവന്റെ അമ്മയോ ഇവന്റെ പെങ്ങളോ വീഡിയോക്കകത്ത് വന്നില്ലെങ്കിൽ ആരെങ്കിലും ചോദിക്കാനില്ല, എന്തേ അമ്മ എന്തേ പെങ്ങളോ ചോദിക്കത്തില്ല. ഇവൻ ഡയറക്റ്റ് ഒരു ദിവസം ഒരു വീഡിയോ ആയിട്ട് ഇങ്ങനെ വരുവാണ്. എന്റെ അമ്മ എന്നെ ചതച്ച്, എന്റെ അമ്മ എന്നെ കട്ടപ്പാക്കുത്തു കുത്തി എന്നും പറഞ്ഞിട്ട് ഇവൻ വരുവാണ്. ഇവന്റെ വീട്ടിലെ പ്രശ്നം 4 പേരെ അറിയിക്കണം. വീട്ടിലെ പ്രശ്നങ്ങൾക്ക് നല്ലൊരു മാർക്കറ്റ് നമ്മുടെ കേരളത്തിലുണ്ടെന്ന് മനസ്സിലാക്കിയ പ്രശ്നേഷ് പൈസ, ഫോർച്യൂണർ 2 ലോഡിങ്, മനസ്സിലായോ? അത് തന്നെ കാര്യം. ഇത് സാധനം അങ്ങോട്ട് കൊഴിപ്പിക്കുക മാത്രമല്ല, ഇതിനകത്ത് വേറൊരു കളിയും കൂടെ ഉണ്ട്. ഇവൻ ബിഗ് ബോസിന്റെ ഇന്റർവ്യൂ ഒക്കെ കഴിഞ്ഞിട്ട് നിൽക്കുവാണ്. ഇന്നലത്തെ നമ്മുടെ ചേച്ചിയുടെ ആ ഒരു സംഭവം തന്നെ ലിസ്റ്റ് നമ്മുടെ കിട്ടിയതിനകത്ത് ഇവനും ഉണ്ടെന്നാണ് അറിയാൻ സാധിച്ചത്. കൺഫേം അല്ല, എന്നാലും ഇവന്റെയും കഴിഞ്ഞ് നിൽക്കുവാണെന്നാണ് അറിയാൻ സാധിച്ചത്. മനസ്സിലായോ? അപ്പോ എന്തെങ്കിലുമൊക്കെ ഒന്ന് കാട്ടിക്കൂട്ടി ചവിട്ടി തേച്ച് വലിച്ചു വാരി തൂറി മെഴുകിയിട്ട് ഈ പരിപാടി ഒന്ന് കൊഴിപ്പിച്ചിട്ട് എങ്ങനെയെങ്കിലും ബിഗ് ബോസിൽ കയറി പറ്റണം. ഇതാണ് നമ്മുടെ മറ്റേ ചേച്ചിക്കും വേണ്ടത്. ലൈറ്റ് നരങ്ങ ലൈറ്റ് കയറി എന്നിട്ട് അടിക്കാനുള്ള പരിപാടിയാണ്. അന്നേരം എന്തെങ്കിലും ഒരു പ്രശ്നം ഉണ്ടാക്കണം എന്നുള്ളത് ഇവന്റെ ഒരു അജണ്ടയാണ്. അപ്പം നോക്കുമ്പോ എന്താ, വീട്ടിലെ പ്രശ്നം സൂപ്പർ സാധനം എന്നെങ്കിൽ പിന്നെ വീട്ടിലെ പ്രശ്നം തന്നെ അങ്ങോട്ട് ആയിക്കോട്ടെ. പ്രശ്നേഷ്, അതാണ് പ്രശ്നേഷിന്റെ പരിപാടി. അപ്പം നമുക്ക് ആദ്യം പ്രശ്നേഷിന്റെ വീഡിയോയിൽ പ്രശ്നേഷിന്റെ ഒരു സൈഡ് പറയാം. പ്രശ്നേഷിന്റെ പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, വീട്ടിലെ അമ്മ പ്രശ്നമാണ്, വീട്ടിലെ അനിയത്തി പ്രശ്നമാണ്. അമ്മയുടെ പ്രശ്നങ്ങൾ എന്താണെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവന്റെ ഭാര്യ അവന് വാരിത്തരുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. രണ്ടാമത്തെ കാര്യം, അവന്റെ ഭാര്യ അവന്റെ വണ്ടിയുടെ ഫ്രണ്ട് സീറ്റിൽ ഇരിക്കുന്നത് അമ്മയ്ക്ക് ഇഷ്ടമല്ല. മൂന്നാമത്തെ കാര്യം, ഇവനെ അമ്മ പ്രശ്നേഷ് വിളിച്ച് കളിയാക്കി, അതും അവന് ഇഷ്ടമല്ല. നാലാമത്തത്, ഇവന്റെ ഭാര്യയെ ഇവന്റെ അമ്മ മാനസികമായി പീഡിപ്പിച്ചു. അടുത്ത പ്രശ്നം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇതെല്ലാം സഹി കേട്ടപ്പോ ഇവൻ അവന്റെ അമ്മയുടെ ദാമ്പത്യത്തെ കളിയാക്കി. ഇതെല്ലാം ഞാൻ കുറച്ച് സെക്കൻഡ്സ് ഉള്ള വീഡിയോസ് ആയിട്ട് നിങ്ങൾ കാണിച്ചു തരാം. ഞാനായിട്ട് പറയുന്നില്ല, നമുക്ക് ആ വീഡിയോ ഒന്ന് കാണാം. ആദ്യം ജസ്റ്റ് നിങ്ങൾ ഇരുന്ന് കാണുക, എന്റർടൈൻ ആകുക, അത്ര മാത്രം മതി. ഇതിനകത്ത് ദൈവ ദശ ഒന്നും നമുക്ക് കാണിക്കേണ്ട ആവശ്യമില്ല. മനസ്സിലായോ? എനിക്കിപ്പോ ഒരു നേരെ ഇവിടെ വാരത്തിരിക്കുക വല്ലതും ചെയ്തു കഴിഞ്ഞാൽ അത് ഭയങ്കര ഒരു അപരാധമാണെന്നായിരുന്നു അമ്മച്ചി പറയുന്നത്. അതാണ് ചെറുക്കൻ ഇച്ചിരി ആ കൊച്ച് ഞാൻ വായിച്ചു കൊടുക്കും, അമ്മയ്ക്ക് അത് ഇഷ്ടമല്ലെന്ന്. അമ്മയല്ലേ അടുത്തതാണ്. നിങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ പോകുമ്പോഴത്തേക്കും എന്നെ ആളുടെ കൂടെ കിച്ചണിലൂടെ ഇരുത്തത്തില്ലായിരുന്നു. അതുപോലെ തന്നെ കാറിന്റെ ഫ്രണ്ടിൽ കയറി ഇരിക്കും. ഞാൻ ഒന്നും പറഞ്ഞിട്ടൊന്നുമില്ല, കാരണം അമ്മയല്ലേ, കാരണം എന്നെക്കാട്ടി അധികാരം അമ്മയ്ക്കുണ്ട്. അതുകൊണ്ട് ഞാൻ ഒന്നും പറയത്തില്ല. ഞാൻ അയ്യത്തിലൂടെ പുറകിലിരിക്കും, അമ്മയാണ് ഫ്രണ്ടിൽ ഇരുന്നുകൊണ്ടിരുന്നത്.
ചെയ്തിരുന്നത്. പക്ഷേ ഒരു പോയിന്റ് വന്നപ്പോഴത്തേക്കും ഞാൻ ഫ്രണ്ടിൽ ഇരുന്ന് തുടങ്ങി ഇവന് കുറെ കാര്യങ്ങൾ ഇവൻ പറഞ്ഞിട്ട്, കാരണം ഇവന് ഫോണിൽ കുറെ കാര്യങ്ങൾ ചെയ്യാനുണ്ട്, ഡ്രൈവ് ചെയ്യുമ്പോഴത്തേക്കും അതുകൂടെ ചെയ്യാൻ പറ്റാത്തതുകൊണ്ട് എന്നോട് ചെയ്യാൻ ഒരു ദിവസം അങ്ങനെ കയറി ഞാൻ ഫ്രണ്ടിൽ ഇരുന്നു. അപ്പൊ എന്നോട് അമ്മ ചോദിച്ചത് എന്റെ സ്ഥാനം നീ കൈയടക്കില്ലെന്ന്. ഞാൻ പറഞ്ഞ അമ്മ അങ്ങനെയല്ല, കിച്ചു പറഞ്ഞിട്ടാണ് ഞാൻ ഫ്രണ്ടിൽ ഇരുന്നത്, അവൻ ഫോണിൽ എന്തൊക്കെയോ മെസ്സേജ് അയക്കാനോ എന്തൊക്കെ ചെയ്യാനുണ്ട്, അതുകൊണ്ട് എന്നോട് ഫ്രണ്ടിൽ കയറിയിരിക്കാൻ പറഞ്ഞു എന്ന് പറഞ്ഞു. അപ്പോൾ അമ്മയുടെ ഫ്രണ്ട് സീറ്റ്, കാറിന്റെ ഫ്രണ്ട് സീറ്റ് ഭാര്യയെ കൈയടക്കിയതാണ് അമ്മയ്ക്ക് ഇഷ്ടമല്ലാത്ത രണ്ടാമത്തെ കാര്യം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള പ്രശ്നങ്ങളാണ് പ്രശ്നേഷിന്റെ വീട്ടിൽ പ്രശ്നങ്ങളുടെ തുടക്കത്തിന് കാരണം. അങ്ങനെ ഈ പ്രശ്നങ്ങൾ മൂത്ത് വന്നപ്പോ അമ്മ ഒരു വിളി വിളിച്ചു വരെ, അത് നിങ്ങൾ കേൾക്കണം. അത് നമ്മുടെ പ്രശ്നേഷിനെ അങ്ങ് കൊണ്ട് ഞാൻ പറഞ്ഞു എന്നാ പിന്നെ കമ്മിറ്റി പോയി കംപ്ലൈന്റ് കൊടുത്തു. ഞാൻ എന്തെങ്കിലും മോശം ചെയ്യുന്നുണ്ടെങ്കിൽ കമ്മിറ്റി കംപ്ലൈന്റ് കൊടുക്കണം. നിന്നെ പോലെ എല്ലായിടത്തും പോയി കംപ്ലൈന്റ് കൊടുത്ത് നടക്കുന്നതല്ല എന്റെ പണി. ഞാൻ പ്രശ്നേഷ് അല്ലാന്ന്, നിന്നെ പോലെ പ്രശ്നേഷ് അല്ലാന്ന്. വെറുതെ നിന്നെ ആൾക്കാർ പ്രശ്നേഷ് വിളിക്കുന്നത്. സ്വന്തം അമ്മയുടെ വായിന്നു പ്രശ്നേഷ് എന്ന് വിളി കേട്ടോ നമ്മുടെ പ്രശ്നേഷ് കുട്ടാപ്പി ചങ്ക് തകർന്നു പോയി ഗൈസ്, ചങ്ക് തകർന്നു പോയി. ആ സമയത്താണ് ഇവൻ അസ്ഥാനത്തെ ഒരു ഡയലോഗ് അടിക്കുന്നത്. അവിടെ അമ്മയ്ക്ക് അത് കൊണ്ട്, അത് നിങ്ങളൊന്ന് കേൾക്കണം. അപ്പൊ ഞാൻ പറഞ്ഞു അമ്മ എന്തോ അമ്മ കല്യാണം കഴിഞ്ഞപ്പോൾ എന്ന് പറയുന്നത്, അമ്മച്ചിക്ക് ഞങ്ങൾ സ്വസ്ഥമായിട്ട് ജീവിക്കുന്ന കണ്ടിട്ടാണ് ഇത്രയും കളിപ്പ് വരുന്നത്, അമ്മച്ചിക്ക് ഒരു നല്ല ദാമ്പത്യം കിട്ടാത്തതിന്റെ ആണോ ഞാൻ ചോദിച്ചു. ഡിവോഴ്സ് ചെയ്യണോ, ഇവിടെ ഡിവോഴ്സ് ചെയ്താൽ പ്രശ്നം തീരുവോ, അങ്ങനെയാണ് ഇവിടെ ഡിവോഴ്സ് ചെയ്യണമെന്ന് അമ്മച്ചി പറഞ്ഞാൽ ഡിവോഴ്സ് ചെയ്യുന്ന കാര്യം ആലോചിക്കാന്ന് പറഞ്ഞു. പുള്ളിക്കാരിക്ക് പറഞ്ഞ പോലെ പുള്ളിക്കാരിക്ക് ഒരു ദാമ്പത്യം കിട്ടാത്തതിന്റെ ആണ് ഈ കളിപ്പെന്ന് വന്നതില്ലേ, അതൊട്ടും ഇഷ്ടപ്പെട്ടില്ല. അതെ അതെ, എല്ലാ അമ്മമാരും അങ്ങനെ ഇഷ്ടപ്പെടുന്ന ഡയലോഗാണ് അടിച്ചത്. പിന്നെ എന്തുകൊണ്ട് അമ്മ ഇഷ്ടപ്പെട്ടില്ലെന്ന് നീ കൊള്ളാൻ എന്തായാലും കേട്ടോ. സ്വന്തം അമ്മയില്ലടാ ഇങ്ങനെയൊക്കെ സ്വന്തം അമ്മയെടുത്ത് പറയാൻ പാടണ്ടാ. അമ്മയെടുത്ത് പോയി ചോദിക്കും, അമ്മയുടെ ദാമ്പത്യം മുടിഞ്ഞു പോയതാണല്ലോ ഞങ്ങളുടെ ദാമ്പത്യം അമ്മയ്ക്ക് ഇഷ്ടപ്പെടാത്തത്, അസൂയാണോ? നല്ല ബെസ്റ്റ് ഡയലോഗ് കേട്ടോ. വർത്താനം കേട്ടോ ഞാനാണെങ്കിൽ പൊട്ടിച്ചു. ഇതാണ് അമ്മയുമായിട്ടുള്ള പ്രൈമറി ഇഷ്യൂസ്. മെയിൻ ഇഷ്യൂസ് വന്നിട്ടില്ല. മെയിൻ ഇഷ്യൂസ് ഒരു ഗോൾഡുമായിട്ട് ബന്ധപ്പെട്ട ഇഷ്യൂസ് ഉണ്ട്, അതിനെപ്പറ്റി നമുക്ക് വരാം. മൊത്തം പ്രശ്നമാണ് ഇതിനകത്ത്. ഇനി വീട്ടിലൊരു വേറൊരു അതിഥിയുണ്ട്, പെങ്ങൾ റോഷ്നി. റോഷ്നിയുമായിട്ടുള്ള പ്രശ്നങ്ങളാണ് ഇനി അടുത്ത് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്നത്. ആദ്യം റോഷ്നിക്ക് മൾട്ടിപ്പിൾ അഫയേഴ്സ് ഉണ്ടെന്നാണ് പ്രശ്നേഷിന്റെ ഒന്നാമത്തെ വാദം. അത് റോഷ്നി തള്ളിയിട്ടുണ്ട്. നമുക്ക് എന്തായാലും പറയുന്നത് കേൾക്കാം. ഒന്നും ചെയ്യണില്ല, അവൾ പഠിക്കാൻ നോക്കുന്നില്ല, അവളുടെ സ്കിൽസ് ഡെവലപ്പ് ചെയ്യുന്നതായിട്ടൊന്നും ചെയ്യുന്നില്ല, ചുമ്മാ വീട്ടിൽ ഇരിക്കുന്നു എന്നതിന്റെ അപ്പുറത്ത് കുറച്ച് അഫയേഴ്സ് തുടങ്ങി. അതായത് അവിടെ കണക്ഷൻ, അവ ഇപ്പുറത്തെ കണക്ഷൻ തുടങ്ങിയപ്പോൾ മറ്റേ കണക്ഷൻ കട്ട് ചെയ്യുന്നു. അതിനകത്ത് ഇവളുടെ കാര്യങ്ങൾ, അതായത് അവർക്ക് ആദ്യത്തെ റിലേഷൻ കൊണ്ട് നമുക്കറിയാവുന്ന ആദ്യത്തെ റിലേഷൻ കേട്ടോ, അതുകൊണ്ട് സൈക്കോളജിക്കൽ ബുദ്ധിമുട്ടുകൾ വന്നപ്പോൾ ഇവൾ അവളെ കൊണ്ട് ആശുപത്രി പോയി, ആശുപത്രി കാണിച്ച് ഡോക്ടറെ കൊണ്ട് പറയിച്ചത് അത് വിടണം. വല്ല അറിയാവുന്ന കാര്യമാണ് ഇതൊക്കെ, തലയിൽ വെറുതെ നിന്റെ തലയിലാക്കി. റോഷ്നിക്ക് മൾട്ടിപ്പിൾ റിലേഷൻഷിപ്സ്, ഇവള് ജോലിക്ക് പോയി പൈസ സമ്പാദിക്കണം എന്ന് പറയുന്ന ഒന്നും റോഷ്നിക്ക് ഇഷ്ടമല്ലെന്നാണ് പ്രശ്നേഷ് പറയുന്നത്. അങ്ങനെ പ്രശ്നേഷ് വീട്ടിലൊരു തീരുമാനത്തിലേക്ക് എത്തി. നിനക്ക് ചോറ് തരും, നിന്റെ ഡ്രസ്സ് കോസ്മെറ്റിക്സിനൊന്നും പൈസ ഞാൻ തരത്തില്ല, എവിടെങ്കിലും പോയി ജോലി ചെയ്ത് ഉണ്ടാക്കിക്കോളാം. അത് റോഷ്നിക്ക് ഇഷ്ടപ്പെട്ടില്ല. അതാണ് റോഷ്നിയുമായിട്ടുള്ള രണ്ടാമത്തെ കാര്യം. അതിനുശേഷം വിഷു വന്നു. വിഷുവിന് വീട്ടിലൊക്കെ ഡ്രസ്സ് എടുക്കുന്ന ഒരു പരിപാടി ഉണ്ടല്ലോ. അന്നേരം വിഷുവിന് ഡ്രസ്സ് എടുക്കുന്ന ഒരു ചടങ്ങ് വന്നപ്പം അമ്മ ഇദ്ദേഹത്തിനടുത്ത് പറഞ്ഞു, മോനെ റോഷ്നിക്ക് ഒരു ഡ്രസ്സ് എടുക്കണം. പ്രശ്നേഷ് പറഞ്ഞു, ഏയ് ഞാൻ ഡ്രസ്സ് എടുക്കൂല, അവക്ക് ഞാൻ ഡ്രസ്സ് എടുക്കൂല. വീട്ടിലെ പട്ടിക്കെടുക്കും, വീട്ടിലെ എനിക്കെടുക്കും, എന്റെ ഭാര്യയ്ക്ക് എടുക്കും, അമ്മയ്ക്ക് എടുക്കും, പക്ഷെ അവക്ക് ഡ്രസ്സ് എടുക്കത്തില്ല, അവള് വേണമെങ്കിൽ എടുത്തോട്ടെ. അതും അവിടെ പ്രശ്നമായി. അപ്പൊ റോഷ്നിയുമായിട്ടുള്ള പ്രശ്നത്തിലും അമ്മ റോഷ്നിയെ സപ്പോർട്ട് ചെയ്യുന്നു. ഇതാണ് പ്രശ്നേഷിന്റെ മെയിൻ പ്രശ്നം. അപ്പൊ ഇങ്ങനെ പ്രശ്നങ്ങൾ രൂക്ഷമായ സമയത്ത് റോഷ്നി ഒരു ആത്മഹത്യക്ക് ശ്രമിച്ചു. ആ സമയത്ത് ഇവൻ പറയുന്ന കാര്യം നിങ്ങളൊന്ന് കേൾക്കണം. അമ്മയുടെ എക്സ്പ്രഷൻ ഇടുന്ന ഒരു സാധനമുണ്ട്, അത് നിങ്ങളൊന്ന് കാണണം കേട്ടോ. അത് കോമഡിയാണ്. അപ്പൊ ട്രൈ ചെയ്തെന്ന് പറയലടി, അപ്പൊ ട്രൈ ചെയ്തായിരുന്നു കുറെ ഇങ്ങനെ കണക്ഷൻസ് ട്രൈ ചെയ്തായിരുന്നു. പറയാതിരിക്കാൻ പറ്റത്തില്ല, അതിങ്ങനെ പറയാതിരിക്കുന്നു, അത് പറയേണ്ട കാര്യം. ആ സമയത്ത് വേണമെങ്കിൽ എന്തെങ്കിലും ചെയ്യാറുണ്ടല്ലോ, ആ സമയത്ത് ഒന്നും ചെയ്യാതെ നിന്നിട്ട് എല്ലാം എന്റെ തലയിലായി, അവൻ ഭാവി തൊലച്ചു എന്നൊക്കെയാ പറയുന്നത്. അപ്പൊ ഇത്രയൊക്കെ ആയപ്പോഴത്തേക്കും അന്ന് ഇവള് മേലോട്ടൊക്കെ കയറി പോയി, സംസാരിച്ചാൽ കഴിഞ്ഞിട്ട് മേലോട്ട് ചാടാനൊക്കെ പറഞ്ഞ് കയറി പോയി. അപ്പൊ ഇവള് പിടിച്ചാദ്യം, അപ്പൊ ഞാൻ ചെന്ന് പിടിച്ചു. കാരണം ചാടി വീണ് കഴിഞ്ഞിട്ട് ഒരാൾക്ക് ഒരു അപകടം വന്നു കഴിഞ്ഞിട്ട് നമ്മള് മറ്റേ സാരമില്ല അവർ തന്നെ അടിയില്ലെന്ന് പറയാൻ പറ്റത്തില്ലല്ലോ, അങ്ങനെ പറഞ്ഞ കാര്യമില്ല. കാരണം വീട്ടിലൊരാളാണ്, അപ്പോൾ ഞാൻ എന്റെ അനിയത്തിയല്ലെന്ന് വിചാരിക്കുന്നു. അപ്പൊ അമ്മ ഇതൊക്കെ ഉണ്ടാക്കിയിട്ട്, അതായത് ഞാനും അനിയത്തി നമ്മൾ സംസാരിക്കത്ത് പോലില്ലായിരുന്നു. അമ്മയാണെങ്കിൽ ഇവരുടെ പ്രശ്നം വഷളാക്കിയത് അമ്മ ഒരാളാണ്. അതെ, അമ്മയാണ് തുടങ്ങിയത്. രാവിലെ അവള് ഡ്രസ്സ് മേടിക്കാനൊന്നും പറഞ്ഞിട്ടില്ലായിരുന്നു, അമ്മയാണ് ഇതിനിടക്ക് കളിച്ചത്. അതെ, അപ്പൊ അതിനകത്ത് ഇവള് രാത്രി റൂമിൽ കിടന്നിട്ട് അമ്മയുടെ ചെവിയിൽ അമ്മ എനിക്ക് ഡ്രസ്സ് മേടിച്ച് തരാൻ പറയുന്നത് പറഞ്ഞ് ഇതാക്കുന്നുണ്ടെന്ന് അറിയില്ല. അപ്പൊ ഈ പറഞ്ഞ പോലെ അമ്മയാണ് ഇതൊരു ഇഷ്യൂ ആക്കി തുടങ്ങിയത്. അങ്ങനെ ഞങ്ങൾക്ക് ഇവള് ചാടാനായിട്ട് മേലോട്ട് കയറുമ്പോൾ നമ്മൾ പിടിച്ച് നിർത്തുമ്പോഴും അമ്മ താഴെ സ്റ്റെപ്പ് കയറാൻ വയ്യാഴികളുള്ളതാണെന്നല്ല, സ്റ്റെപ്പ് കയറാണ്ട് താഴെ നിന്നിട്ട് ചിഞ്ചു എന്നറിയോ എനിക്കമ്മ പെരുത്ത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ചാടി പിടിക്കാൻ ചാടി പിടിച്ച് നിർത്തുമ്പോഴും അമ്മ താഴെ സ്റ്റെപ്പ് കയറാൻ വയ്യാഴികളുള്ളതാണെന്നല്ല, സ്റ്റെപ്പ് കയറാണ്ട് താഴെ നിന്നിട്ട് ചിഞ്ചു എന്നറിയോ എനിക്കമ്മ പെരുത്ത്. കാരണം എന്ന് വെച്ച് കഴിഞ്ഞാൽ സ്വന്തം മോള് മേളിലിട്ട് ചാടിക്കയറാൻ പോയ സമയത്ത് അമ്മ താഴെ കരഞ്ഞു, അതിനെ ഇമിറ്റേറ്റ് ചെയ്ത് കാണിച്ചതാ, അല്ലാതെ പല്ലി അപ്പിടാൻ നേരത്തുള്ള എക്സ്പ്രഷൻ അല്ല കേട്ടോ. ഒരാളെ ചാടി കുടിക്കാൻ ചാടി ചാവാനുള്ള ട്രിഗറെല്ലാം ഇട്ട് കൊടുത്തിട്ട് താഴത്തുനിന്ന് നോക്കിയാൽ തീർന്നു. അപ്പൊ ഞാൻ അമ്മ എന്തോ പണിയാണ് കാണിക്കുന്നത്, ഏതെങ്കിലും പിടിക്കാൻ ചെയ്യാം, അമ്മച്ചേ ഇത് ഇത്ര ആക്കിയെന്ന് ചോദിച്ചു. അപ്പോഴും താഴത്ത് നിൽക്കുക ചുമ്മാ എന്ന് വെച്ചാൽ ചാടുന്ന ചാട്ടെന്നായിരിക്കും വിചാരം. എങ്ങനെ ഇതൊക്കെ വിചാരിക്കുന്ന എനിക്കറിയത്തില്ല. അങ്ങനെ സംഭവബഹുലമായ പ്രശ്നേഷിന്റെ പച്ചവീട് ഇങ്ങനെ പ്രശ്നങ്ങളാൽ സമ്പുഷ്ടമായി മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുമ്പോഴാണ് വേറൊരു പ്രശ്നം വരുന്നത്. അതാണ് മെയിൻ പ്രശ്നം. ആ പ്രശ്നം എന്താണെന്ന് പ്രശ്നേഷിന്റെ അനിയത്തിയായ റോഷ്നി തന്നെ പറയാൻ നമുക്ക് കേൾക്കാം. അത് എന്താണെങ്കിൽ പോലും ഇങ്ങനെ ആ വീഡിയോ കാണുമ്പോൾ
ഓൾമോസ്റ്റ് കുറച്ചൊക്കെ അറിയാൻ പറ്റും. നാട്ടുകാർ ആ പ്രശ്നം കേട്ട് ഓടി വരുമായിരുന്നു. ഇതിന് മുന്നും വീട്ടിൽ പ്രശ്നം ഉണ്ടായി, എന്നെ മർദ്ദിച്ചു. അന്ന് വന്ന് ഈ നാട്ടുകാരൊക്കെ തന്നെയാണ് അല്ല പണയത്തിനാണ് താമസിക്കുന്നത്. കാശ് എന്ന് വെച്ചാൽ 7.5 ലക്ഷമായിരുന്നു അതിന്റെ പണയക്കരാറിലുള്ള എമൗണ്ട്. അതിൽ 5 ലക്ഷം അമ്മയുടേതും 2.5 ലക്ഷം രോഹിത്തിന്റേതും ആയിരുന്നു. അതില് പക്ഷെ അവന്റെ പേരിലാണ് പണയക്കരാർ എഴുതിയിരിക്കുന്നതും അവന്റെ അക്കൗണ്ടിൽ നിന്നാണ് ഓണർക്ക് പൈസ ട്രാൻസ്ഫർ ചെയ്തതും. ഈ വ്യക്തി എന്റെ ഗോൾഡ് പണയം വെച്ചിട്ടാണ് ഇവന്റെ കാർ എടുക്കാനായിട്ടുള്ള കുറച്ച് ഫണ്ട് റേസ് ചെയ്ത. അപ്പൊ ഇവന്റെ ഭാര്യയുടെ കൂടെ വെളിയിൽ പോകാനായിട്ട് സ്പോർട്സ് വിസയ്ക്ക് വെളിയിൽ പോകാനായിട്ട് നിൽക്കുന്നതുകൊണ്ട് ആ സമയത്തേക്കും ഓണർ ഈ പൈസ തരുമോ ഇല്ലയോ ഒന്നും അവൻ അറിയില്ല. അതുകൊണ്ട് എന്റെ ഗോൾഡ് അവന് വിൽക്കണമെന്നും പറഞ്ഞ് ഇതിന് മുന്നേ ഏപ്രിൽ മാസം 3-ാം തീയതി പ്രശ്നം ഉണ്ടാക്കുകയും എന്നെ മർദ്ദിക്കുകയും ചെയ്തായിരുന്നു. അപ്പൊ ഇതാണ് മെയിൻ പ്രശ്നം. യവനും ഇവന്റെ ഭാര്യയും കൂടെ എബ്രോഡ് പോകാൻ നിൽക്കുകയാണ്. അതിന് കുറച്ച് പൈസ വേണം. ആ പൈസയ്ക്ക് വേണ്ടിയിട്ട് ഈ പെങ്കൊച്ചിന്റെ ഗോൾഡ് ചോദിച്ചു, ഇവര് കൊടുത്തില്ല. അങ്ങനെയാണ് ഈ പ്രശ്നം വരുന്നത്. ഇവന്റെ ഒരു എക്സ്പ്ലനേഷൻ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഇവൻ പണയത്തിനാണ് ഇവരുടെ ഇവര് താമസിക്കുന്ന വീട്, അമ്മയും പെങ്ങളും ഒക്കെ താമസിക്കുന്ന വീട് എടുത്തേക്കുന്നത്. അത് 7.5 ലക്ഷം രൂപയ്ക്കാണ് പണയത്തിന് വീട് എടുത്തിരിക്കുന്നത്. അതിനകത്ത് 5 ലക്ഷം രൂപ അമ്മയുടെ പൈസയും 2.5 ലക്ഷം ഇവന്റെയുമാണ്. ഇവൻ ആ 2.5 ലക്ഷം രൂപ ഇപ്പൊ വേണം. ആ വീട് പണയത്തിന് എടുക്കുമ്പം ഒരു കരാർ ഉണ്ടാവും. ആ കരാറിന്റെ കാലാവധി കഴിയുമ്പോഴേ ഈ ഓണർ ഈ 7.5 ലക്ഷം തിരിച്ചു കൊടുക്കത്തുള്ളൂ, അതിന് മുമ്പ് കൊടുക്കത്തില്ല. അപ്പോ ഇവൻ ഇപ്പൊ തന്നെ ഈ പൈസ 2.5 ലക്ഷം വേണം. ഈ 2.5 ലക്ഷത്തിന് വേണ്ടിയിട്ടാണ് ഇവിടെ ഗോൾഡ്, ഈ പെങ്കൊച്ചിന്റെ ഗോൾഡ് ചോദിച്ചത്. അപ്പോൾ ആ ഗോൾഡ് കൊടുക്കാൻ ഇവര് തയ്യാറല്ല. മനസ്സിലായോ? അങ്ങനെയാണ് ഈ ഒരു പ്രശ്നം വഷളാവുന്നത്. ഇതേ തുടർന്ന് ഇവരുടെ വീട് കയറി അറ്റാക്ക് ചെയ്തു. രാത്രി മതിൽ ചാടി വന്ന് രണ്ടുപേരെയും കൂട്ടി വന്ന് ഭയങ്കര ബഹളമൊക്കെ ഉണ്ടാക്കിയെന്നാണ് റോഷിനി പറയുന്നത്. നമുക്ക് അതുകൂടെ ഒന്ന് കേൾക്കാം. അങ്ങനെ വീട്ടില് ഓൾറെഡി കുറെ നാളായിട്ട് പ്രശ്നം ഉണ്ടായിരുന്നു. കഴിഞ്ഞ ദിവസം ഈ കഴിഞ്ഞ മൺഡേ 12-ാം തീയതി 12 മണിയോട് അടുത്ത് വീട്ടില് വേറെ 2 ആമ്പിളാരുമായിട്ട് വന്നു. എന്നിട്ട് ഈ വ്യക്തി ഗേറ്റ് ചാടി കടന്ന് ജനലിലും കഥകിലും ഒക്കെ തല്ലി പൊട്ടിക്കുന്ന കണക്ക് ഭയങ്കരമായിട്ടും അടിയായിരുന്നു. എന്നിട്ട് ആ സൗണ്ട് കേട്ട് നാട്ടുകാർ ഓടിച്ചു വിടുമായിരുന്നു. അതിന്റെ വീഡിയോ ഞാൻ ബ്ലോക്ക് അയച്ചിട്ടുണ്ട്. അങ്ങനെ ഇവൻ തല്ലാമെന്ന സമയത്ത് ഈ പെണ്ണിനെയും ഇവൻ കയ്യേറ്റം ചെയ്തു. ഈ പെണ്ണിന്റെ കഴുത്തിന് കുത്തിപ്പിടിച്ചെന്നൊക്കെയാണ് പറയുന്നത്. അത് കണ്ടു നിന്ന നാട്ടുകാരനും എൻ്റെ അടുത്ത് ഈ പ്രശ്നം ഈ സോഷ്യൽ മീഡിയയിൽ വരുന്നതിന് മുമ്പ് എനിക്ക് വന്നൊരു മെസ്സേജിനകത്തും ആ പയ്യൻ ഇത് പറയുന്നുണ്ടായിരുന്നു, ഈ പെണ്ണിന്റെ കഴുത്തിന് കുത്തി കയറി പിടിച്ചെന്ന്. സോ അതും കൂടെ ഞാൻ വെക്കാം, ഈ കൊച്ചു പറയുന്നതോടെ കേൾക്കാം. 3-ാം തീയതി പ്രശ്നം ഉണ്ടായ സമയത്ത് ഈ പ്രശ്നം ഞാൻ എന്റെ ഫോണിൽ വീഡിയോ എടുക്കുന്നുണ്ടായിരുന്നു. അത് ഈ രോഹിത്തിന്റെ മുമ്പിൽ വെച്ച് തന്നെ ക്യാമറ ഓണാക്കിയാണ് ഫോൺ വെച്ചിട്ടാണ് വീഡിയോ എടുത്തത്. ഏപ്രിൽ മാസം 3-ാം തീയതി എടുത്ത വീഡിയോ ആണ് ബ്രോ. അന്ന് ഈ രോഹിത്ത് നേരെ ഈ ഫോൺ കണ്ടോണ്ട് നേരെ എന്റെ അടുത്തോട്ട് വന്ന് എന്റെ മുഖത്തോട്ട് തുടർച്ചയായി 4 വട്ടം അടിച്ചു. എന്റെ പൊങ്ങിച്ച് കുത്തിപ്പിടിച്ചു. എനിക്ക് ശ്വാസം മുട്ടി അൺകോൺഷ്യസ് ആയി തുടങ്ങിയ സമയത്ത് എന്റെ അമ്മ ഒച്ചത്തിൽ കരഞ്ഞ് നാട്ടുകാർ ഓടി വന്നിരുന്നു. ഈ നാട്ടുകാർ മൊത്തം അതിന് ദൃക്സാക്ഷികളാണ് ബ്രോ. ഇങ്ങനൊരു സംഭവം നടന്നിട്ടുണ്ട്. എനിക്ക് അന്ന് വന്ന മെസ്സേജിനകത്ത് ആ പയ്യൻ കൃത്യമായി ഈ ഒരു സംഭവം വിവരിക്കുന്നുണ്ടായിരുന്നു. പോലീസിനെ വിളിക്കുന്നു പറഞ്ഞ സമയത്ത് ഇവൻ പോലീസിനെയൊക്കെ നിങ്ങൾ വിളിക്കടാ എന്നുള്ള തരത്തിലൊക്കെ ഇവൻ അലറി സംസാരിച്ചു എന്നുള്ള രീതിയിലൊക്കെയാണ് ആ പയ്യൻ എനിക്ക് അന്ന് മെസ്സേജ് അയച്ചത്. ഇതാണ് കറന്റ്ലി പ്രശ്നേഷിനെ വിട്ട് നടക്കുന്ന പ്രശ്നം. ഇതിനകത്ത് 1-2 കാര്യങ്ങളോട് ഈ പെങ്കൊച്ച് പറയുന്നുണ്ട്. ഇവന് പേഴ്സണൽ ഹൈജീൻ എന്ന് പറയുന്ന സാധനം ഇല്ലെന്നാണ് ഈ പെങ്കൊച്ച് പറയുന്നത്. അതുകൂടെ നോക്കാം. സോഷ്യൽ മീഡിയയിൽ അവൻ കാണുന്ന അവനല്ല, ഈ പറയുന്ന വൃത്തിയുടെ കാര്യത്തിലാണെങ്കിൽ പോലും പേഴ്സണൽ ഹൈജീൻ പോലും ഇല്ലാത്തൊരു വ്യക്തിയാണ് ഈ സാനിറ്റൈസർ കൊണ്ട് നടക്കുന്ന ഒരാള്. ഇല്ല, അവനോടുള്ള ദേഷ്യത്തിന്റെ പുറത്ത് പറയുകയാണോ എന്ന് അറിയത്തില്ല. എന്നാലും ഇവന്റെ ഇത്രയും ഭയങ്കര ഓവർ ഇത് കാണുമ്പോൾ നമുക്ക് തോന്നാറുണ്ടായിരുന്നു ഇവൻ ലോകം ഉടായിപ്പാണെന്ന്. എന്നിട്ട് 24 അവൻ അമ്മയെ അങ്ങ് പൊക്കി അടിക്കുമായിരുന്നല്ലോ. അപ്പൊ അമ്മയെ പൊക്കി അടിച്ചപ്പോ അമ്മയെ അടിക്കാൻ കൈ പൊക്കിയെന്ന് ഈ പെങ്കൊച്ച് പറയുന്നുണ്ട്. അമ്മയോട് വഴക്കും കാര്യങ്ങളോ. ഒരു ദിവസം വീട്ടില് അമ്മയെ തല്ലാനായിട്ട് കൈപൊക്കിയ ആളാണ്. കേട്ടല്ലോ. അങ്ങനെ മൊത്തത്തിൽ ഒരു ഉടായിപ്പ് സെറ്റപ്പാണ്. അപ്പൊ ഒരു കാരണവശാലും ഇവനെ സപ്പോർട്ട് ചെയ്യാൻ പറ്റത്തില്ല. ആദ്യം തന്നെ ഞാൻ പറഞ്ഞു, ഇവൻ ഇപ്പൊ ഈ ഒരു വീഡിയോ ആയിട്ട് വന്നതിന്റെ ഉദ്ദേശം എന്താണെന്ന്. അവന് പുറത്തു പോകാൻ പൈസ വേണം, വീട്ടിൽ നിന്ന് കിട്ടത്തില്ല. എന്നപ്പോ പിന്നെ വീഡിയോ ഇട്ട് വീട്ടുകാരെ വെച്ച് തന്നെ പൈസ ഉണ്ടാക്കിക്കാനുള്ള പരിപാടിയാണിത്. പിടികിട്ടിയോ? ഇവൻ തന്നെ വന്ന് ഈ ഒരു വീഡിയോക്കകത്ത് പറയുന്നുണ്ടായിരുന്നു വർക്കൊക്കെ ഇപ്പൊ ഡിമ്മാണെന്ന്. അപ്പം സോഷ്യൽ മീഡിയയിൽ നിന്ന് കിട്ടുന്ന പൈസയാണ് കൂടുതലും നമുക്ക് വരുമാനമായിട്ടുള്ളത്. അപ്പൊ ഇങ്ങനൊരു പ്രശ്നം ഉണ്ടാക്കുമ്പോൾ ഇതിനകത്ത് നല്ലൊരു റവന്യൂ ജനറേറ്റ് ചെയ്യാൻ പറ്റുമെന്ന് മുമ്പുള്ള പല ഫാമിലീസും തെളിയിച്ചിട്ടുണ്ട്. ഫോർച്യൂണറും വീടും എടുത്ത എക്സാമ്പിൾ വരെ നമ്മുടെ കൺമുന്നിലുണ്ട്. അപ്പോൾ അത് വെച്ച് കുറച്ച് പൈസ ഉണ്ടാക്കി രക്ഷപ്പെടാനുള്ള പരിപാടിയാണ് ഇവനിപ്പോ ഈ കാട്ടിക്കൂട്ടിക്കൊണ്ടിരിക്കുന്നത്. എന്താണെങ്കിലും ഈ പെങ്കൊച്ച് ഇവനെതിരെ കേസുമായിട്ട് മുന്നോട്ട് പോകാൻ നിൽക്കുന്നുണ്ട്. ഈ പെണ്ണിനെ വീട്ടിൽ കയറി ആക്രമിച്ചിട്ടുണ്ട്. അത് നാട്ടുകാർ സാക്ഷിയുമാണ്. അതിന്റെ വീഡിയോ ഉണ്ടെന്നാണ് ഈ പെങ്കൊച്ച് പറയുന്നത്. അങ്ങനെയാണെങ്കിൽ എന്റെ പൊന്നു മോനെ, നിന്റെ പേരിൽ കേസാവും. നിന്റെ പോക്കൊക്കെ നടക്കാൻ വലിയ പാടായിരിക്കും. ഇനി ഇങ്ങനൊരു കേസുമായിട്ട് പോയി കഴിഞ്ഞാൽ അവർക്കൊരു കൗണ്ടർ ഇവന്റെ ഭാര്യയെ വെച്ച് ഇവൻ കൊടുക്കാനും ഇപ്പം മടിക്കില്ലെന്നാണ് തോന്നുന്നത്. കാര്യം എന്റെ ഭാര്യ പറയുന്നുണ്ട് അമ്മ മെന്റലി ഈ പെണ്ണിനെ ഹരാസ് ചെയ്യുന്നുണ്ടായിരുന്നു. അപ്പോൾ ഒരു കൗണ്ടർ കേസും പ്രതീക്ഷിക്കാം. പിന്നെ 2-ാമത്തെ കാര്യം, ആരെങ്കിലും ഫാമിലി ഇഷ്യൂ പാർട്ട് 1 പാർട്ട് 2 എപ്പിസോഡായിട്ട് ഇറക്കുമോ? ഇവനിപ്പോ ഇവന്റെ ചാനലിൽ പാർട്ട് 1 എന്നും പറഞ്ഞിട്ടാണ് വീഡിയോ ഇട്ടേക്കുന്നത്. ഇനി പാർട്ട് 2 വരും അടുത്തത്.
അന്നേരം അതിനകത്ത് തന്നെ നിങ്ങൾ മനസ്സിലാക്കിക്കോണം, ഇത് ഒരു മെഗാ സീരിയലായിട്ട് മുന്നോട്ട് കൊണ്ടുപോയി ഇവന് ഫോർച്യൂണർ മേടിക്കാനുള്ള അല്ലെങ്കിൽ പുറത്തു പോകാൻ വേണ്ടിയിട്ടുള്ള പൈസ സ്വരൂപിക്കാനുള്ള പരിപാടിയാണ്. എന്നിട്ട് ഇതിനേക്കാളും നല്ല നിന്റെ QR കോഡ് വെച്ചിട്ട് ആൾക്കാരെടുത്ത് പറ, എനിക്ക് പുറത്തോട്ട് പോകാൻ പൈസ ഇല്ല, നിങ്ങൾ ഒന്ന് 10 രൂപ 50 രൂപ വെച്ചിട്ട് എന്നെ ഇട്ട് തന്നെ എങ്ങനെയെങ്കിലും ഈ കേരളത്തിൽ നിന്ന് ഒന്ന് ഒഴിച്ചു തരണം, നിങ്ങളെ ഇനി ഞാൻ ശല്യം ചെയ്യാൻ വരത്തില്ല. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ നിന്റെ ശല്യം ഇവിടെ സഹിക്കാൻ വയ്യാതെ ആളുകൾ പൈസ ഇട്ട് തരും. നീ ഈ മാതിരി തൊട്ടിപ്പരിപാടിക്ക് നിൽക്കണ്ട. ഇനി ഇവിടുന്ന് എങ്ങനെയെങ്കിലും ആൾക്കാർ പിന്നെ ഒറ്റ കണ്ടീഷനെ വെക്കത്തുള്ളൂ, ഈ സോഷ്യൽ മീഡിയ എന്ന് പറഞ്ഞ് കേരളത്തിലോട്ട് പിന്നെ നിനക്ക് കാലുകുത്തിയേക്കരുത്. ഈ ഒരു കണ്ടീഷൻ വെക്കാമെങ്കിൽ നിനക്ക് ആൾക്കാർ പൈസ ഇട്ട് തരും. പൈസയ്ക്ക് വേണ്ടിയിട്ടാണ് ഈ കുറുന്താളിപ്പ് കാണിക്കുന്നതെങ്കിൽ. അപ്പോൾ ഒരു കാരണവശാലും ഇങ്ങനെയുള്ള ഈ ഉഡായിപ്പ് ഫാമിലി ഇഷ്യൂസുമായിട്ട് വരുന്ന ടീംസിനെ, ഇപ്പൊ ആങ്ങളെയാണെങ്കിലും പെങ്ങളെയാണെങ്കിലും കുഞ്ഞമ്മയാണെങ്കിലും കൊച്ചച്ഛനാണെങ്കിലും എല്ലാം കണക്ക് ഉള്ള കാര്യം ഞാൻ പറഞ്ഞേക്കാം. അപ്പൊ ഇതാണ് നമ്മളെ ചുമ്മാ ഇങ്ങനെ കണ്ടിരിക്കുക, പൊക്കണക്ക് തിന്ന് കൊള്ളല്ലോ കിടക്കുന്നു, അകളെ പെങ്ങളെ തമ്മിൽ അടിക്കുന്നു, അച്ഛനും അമ്മയും തമ്മിൽ അടിക്കുന്നു, ഭാര്യയും തമ്മിൽ അടിക്കുന്നു. ഇത് ഈ സീസൺ കഴിയുമ്പോഴത്തേക്ക് ഇവന്റെ ഭാര്യയും തമ്മിൽ അടിയാവും. അതായിരിക്കും അടുത്ത പാർട്ട് വരുന്നത്. എന്നിട്ട് ഇതിങ്ങനെ ഒരു മെഗാ സീരീസ് ആയിട്ട് ഇങ്ങനെ പൊക്കൊണ്ടിരിക്കും. ഇതിനെ നമ്മളൊരു സ്പോർട്സ്മാൻ സ്പിരിറ്റിൽ അല്ലെങ്കിൽ ഒരു സിനിമ കാണുന്ന, അല്ലെങ്കിൽ സത്യനന്ദിക്കാടിന്റെ സിനിമ കാണുന്ന ആ ഒരു സെറ്റപ്പിൽ ഇരുന്ന് കണ്ടേച്ചാൽ മതി. അതിനകത്ത് വേറെ കാര്യങ്ങളൊന്നുമില്ല. മനസ്സിലായല്ലോ? ഇപ്പൊ നിങ്ങൾക്ക് എന്തെങ്കിലും പറയാനുണ്ടെങ്കിൽ എൻ്റെ കമന്റ് സെക്ഷനിൽ പോയി 4 തെറിയും കൂടെ വിളിച്ചു, അത് നമുക്കൊരു സന്തോഷം, അത്ര തന്നെ. അപ്പം ഇതാണ് ഗൈസ് പച്ച വീട്ടിൽ പ്രശ്നേഷൻ്റെ വീട്ടിലെ പ്രശ്നം. കൂടുതലൊന്നും പറയാനില്ല. ഇനി ഇവൻ ഇതിന്റെ എക്സ്പ്ലനേഷൻ വീഡിയോ ആയിട്ട് വരുമ്പോഴത്തേക്ക് നമുക്ക് അടുത്ത വീഡിയോ ഇറക്കാം. ഇതൊക്കെ ഒരു എന്റർടൈൻമെന്റ് അല്ലയോ? അത്രേ ഉള്ളൂ, കാര്യമൊന്നുമില്ല. അപ്പൊ ശരി, ബൈ.